നമസ്കാരം. സ്റ്റെതസ്കോപ്പിലേക്ക് സ്വാഗതം. മോഡേൺ മെഡിസിനിലെ ഇമ്പോർട്ടൻ്റ് ബ്രാഞ്ചസിൽ ഒന്നാണ് പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ജൂലൈ 15 നാഷണൽ പ്ലാസ്റ്റിക് സർജറി ഡേ ആണ്. പ്ലാസ്റ്റിക് സർജറിയുടെ സാധ്യതകൾ എന്തെല്ലാം, ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ചികിത്സാ രീതികൾ, നൂതന ചികിത്സകൾ എന്തെല്ലാം എന്നൊക്കെയാണ് സ്റ്റെതസ്കോപ്പ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം മിക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഘുറാം മേനോനുണ്ട്. സ്വാഗതം സർ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ആണ്, നാഷണൽ പ്ലാസ്റ്റിക് സർജറി ഡേ ആണ് ജൂലൈ 15. എന്താണ് പ്ലാസ്റ്റിക് സർജറിയുടെ ഇമ്പോർട്ടൻ്റ്? ഏതൊരു സ്പെഷ്യാലിറ്റിക്കും അവയർനെസ് വേണം. ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞാൽ കോസ്മെറ്റിക് സർജറിയാണ്. അതെ, ബ്യൂട്ടിഫിക്കേഷൻ സർജറി അങ്ങനത്തെ സർജറികളുള്ളത്. കോസ്മെറ്റിക് സർജറി, പ്ലാസ്റ്റിക് സർജറി ഒരു വളരെ ചെറിയ സബ് സ്പെഷ്യാലിറ്റി മാത്രമാണ്. അതിൽ അല്ലാത്ത ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അപ്പോഴത്തെ 2011 നമ്മുടെ APSI നാഷണൽ പ്ലാസ്റ്റിക് സർജറി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ രാജസഭാപതി സാറ് ഗംഗ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ചെയർമാനാണ്. സാറ് ആ സമയത്ത് സാറിൻ്റെ അസോസിയേഷൻ്റെ കൂടെ അപ്പോഴത്തെ ഹെൽത്ത് മിനിസ്റ്റർ ഗുലാം നബി ആസാദിനെ കണ്ടു. എന്നിട്ട് സാർ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ സാറിന് കാണിച്ചു. അതായത് ഇന്നെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ ആ ഹെൽത്ത് മിനിസ്റ്റർ വലിയൊരു ഷോക്കായിരുന്നു. ഇത്രയും ഒരു ഏരിയ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റും, ഒരാളുടെ ലൈഫിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ആ സമയത്ത് സാർ മനസ്സിലാക്കി. എന്നിട്ട് ചില മീറ്റിങ്സ് കഴിഞ്ഞിട്ട് ആ വർഷം തൊട്ട് ജൂലൈ 15 നാഷണൽ പ്ലാസ്റ്റിക് സർജറി ആയിട്ട് പ്രഖ്യാപിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ 10 years വർഷത്തിന് ശേഷം 2021 ആ ദിവസം നാഷണൽ മാറ്റി വേൾഡ് പ്ലാസ്റ്റിക് സർജറി ആയിട്ട് ലോകത്തെ എല്ലാ പ്ലാസ്റ്റിക് അസോസിയേഷൻസ് എല്ലാം കൂടി ആ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ജൂലൈ 15 എല്ലാ പ്ലാസ്റ്റിക് സർജൻസും ഈ ഒരു സ്പെഷ്യാലിറ്റി പറ്റിയുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ദിവസമാക്കി മാറ്റുകയും ചെയ്തത്. എല്ലാവരും ഈ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുക. കാരണം എന്താ വെച്ചാൽ അത് സൗന്ദര്യവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും സിനിമാ താരങ്ങളുടെ ഒരു ജീവിത രീതികളൊക്കെ ആളുകളെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ ഈ കോസ്മെറ്റിക് സർജറിക്ക് ഒരു പ്രാധാന്യം ആളുകൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ശരിക്കും ശരീരത്തിലെ ഒരു പുനർനിർമ്മാണ പ്രക്രിയ എന്ന് തന്നെ പറയാം അല്ലേ? ഏതൊക്കെ രീതിയിലാണ് ഈ പ്ലാസ്റ്റിക് സർജറി ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഘട്ടത്തിലാണ്? പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ അത് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് എസ്തെറ്റിക് സർജറിയാണ്. അപ്പോൾ അതിൽ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗമാണ്. ഈ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ പഴയതുപോലെ ഉണ്ടാക്കാൻ നോക്കുക. ഒരാൾക്ക് ഒരു ഫോം അല്ലെങ്കിൽ ഫങ്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് തിരിച്ച് ആ ഫോം അല്ലെങ്കിൽ പഴയതുപോലെ ഫങ്ഷൻ തിരിച്ചു കൊടുക്കാൻ നോക്കുന്ന ആ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് ട്രോമ റീകൺസ്ട്രക്ഷൻ. ട്രോമ എന്ന് പറഞ്ഞാൽ പരിക്ക് നമുക്ക് വണ്ടി ആക്സിഡൻ്റ് ആകാം, മെഷീൻ കൊണ്ടുള്ള ആക്സിഡൻ്റ് ആകാം, വീട്ടിൽ ചെറിയ പരിക്കാണ്, നമ്മൾ വല്ല മിക്സിയിൽ എന്തെങ്കിലും ഉണ്ടാക്കും, വിരൽ അതും ഒരു പരിക്കാണ്. അപ്പോൾ അതെല്ലാം ഈ റീകൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ തിരിച്ച് പഴയതുപോലെ ആക്കുന്ന ആ ഒരു വിഭാഗത്തിന് തന്നെ നമ്മൾ റീകൺസ്ട്രക്ട് സർജറി എന്ന് പറയും. അപ്പോൾ അതിന് കുറേ ഘട്ടങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹാൻഡ് സർജറി. വിരൽ മുറിഞ്ഞു പോവുക, കൈയുടെ ടെൻഡൻസ് മൂവ് ചെയ്യുന്ന ടെൻഡൻസ് നഷ്ടപ്പെടുക, സ്പർശത്തിന് നെർവ് നഷ്ടപ്പെടുക, അതെല്ലാം തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യുക. അതൊരു ഘട്ടം. സെക്കൻഡ്, ട്രോമ നമുക്ക് എവിടെയും പറ്റാം, കാലിൽ പറ്റാം, തലയിൽ പറ്റാം, എവിടെയും പറ്റാം. ആ ഒരു ഭാഗത്തൊരു ട്രോമ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ച് പഴയതുപോലെ ആക്കാൻ പറ്റുന്നില്ല, അതൊരു ട്രോമ റീകൺസ്ട്രക്റ്റീവ് സർജറി. സെക്കൻഡ്, വളരെ കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ് ബേൺ റീകൺസ്ട്രക്ഷൻ. ഒരാൾ പൊള്ളലായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പൊള്ളിയ മുറിവ് നമ്മളെങ്ങനെ ചികിത്സിക്കുന്നു, അതെങ്ങനെ തിരിച്ച് നമുക്ക് അതാണ് ട്രോമ റീകൺസ്ട്രക്ഷൻ. പിന്നീടുള്ളത് ക്യാൻസർ റീകൺസ്ട്രക്ഷൻ. ഇപ്പോൾ ക്യാൻസറിൻ്റെ സർജറി ഉണ്ട്. നമ്മളൊരു ക്യാൻസറുള്ള ഭാഗം, നമുക്ക് അകത്ത് ക്യാൻസർ ഉണ്ടാകാം, തൊലിപ്പുറത്ത് ക്യാൻസർ ഉണ്ടാകാം, എല്ലിന് ക്യാൻസർ ഉണ്ടാകാം. ആ ക്യാൻസർ ഇൻവോൾവായ ഭാഗം ക്യാൻസർ സർജൻ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ ആൾക്ക് അതിൻ്റെ ഒരു ഫങ്ഷനലും ഒരു ഒരു അപ്പിയറൻസിനും ഒരു പ്രോബ്ലം ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ സർജറി ചെയ്ത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും, ക്യാൻസർ റീകൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാം. ഇൻഫെക്ഷൻ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയബറ്റീസിൻ്റെ ഒരു വളരെ വലിയ കേന്ദ്രമാണ്. ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും കോമണസ്റ്റ് കോസ് ഓഫ് മേജർ ലിംബ് ആംപുട്ടേഷൻസ് ഡയബറ്റീസാണ്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ആ ആംപുട്ടേഷൻ്റെ ഇൻസിഡൻസ് വളരെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ട്രോമ, പ്രത്യേകിച്ച് ഒരു ആക്സിഡൻറ്റിൽ വന്നിട്ട് വരികയാണെങ്കിൽ പല രീതികളിൽ വരാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കൈയുടെ വിരൽ മുറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കൈയുടെ കൈപ്പത്തി നഷ്ടപ്പെട്ടിട്ടോ എല്ലാം വരാം.
ഇത് ഏത് സ്റ്റേജിലാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാധ്യത? അപ്പോൾ മുറിഞ്ഞ ഭാഗങ്ങൾ നമുക്ക് എടുത്തു കൊണ്ടുവരണം അല്ലേ, ഇത് ചെയ്യണമെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾ വിരൽ കംപ്ലീറ്റ് കട്ടായ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിരൽ കംപ്ലീറ്റ് കട്ടാവാം, ഒരു വിരൽ കട്ടാവാം, ചിലപ്പം ചില ഇതിൽ കൈ ഈ പത്തി മുറിഞ്ഞു പോകാം. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ചും അത് നല്ല വൃത്തിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ? അത് എത്ര സമയത്തിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അത് സമയം? അത് നമ്മുടെ ഏത് ലെവലിലാണ് കട്ടാവുന്നത് അതനുസരിച്ചിരിക്കും. ഇപ്പം നമ്മുടെ വളരെ തുമ്പത്തോട്ട് കട്ടായി പോവുകയാണെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും നമുക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാം, പ്രൊവൈഡഡ് അത് കൊണ്ടുവന്ന കണ്ടീഷൻ നല്ലതാണ്. അത് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അതെ, അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ വെറുതെ ഇത് വെള്ളത്തിൽ വെച്ച് ഐസിൽ വെറുതെ അങ്ങനെയുള്ളത്, അത് നമ്മൾ ഒരു കട്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗം നമ്മൾ ആദ്യം ഒരു നനഞ്ഞ തുണിയിൽ പൊതിയാം, ജസ്റ്റ് വെറ്റാക്കുക, എന്തായാലും കുഴപ്പമില്ല, ജസ്റ്റ് വെറ്റാക്കി ആ തുണിയിൽ പൊതിഞ്ഞത് അത് കവറിനകത്ത് വെക്കുക. എന്നിട്ട് ആ കവറ് നിങ്ങളൊരു ഐസ് പാക്കിനകത്ത് വെക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ മുറിഞ്ഞ ഭാഗം ഒരിക്കലും ഐസായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരാൻ പാടില്ല. ഡയറക്റ്റ് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ആ ഒരു ഐസ് കൊണ്ടുള്ള ഡയറക്റ്റ് ആ ഒരു ഇഞ്ചുറി വരും. അപ്പോൾ ആ തുണിയിൽ വെക്കുക, എന്നിട്ട് തുണി വേണം ഐസിനകത്ത് വെക്കാൻ. ആ മുറിഞ്ഞ ഭാഗം അതുപോലെ ഐസ് വെള്ളത്തിനകത്ത് വെക്കാൻ പാടില്ല. ഈ രീതിയിൽ കറക്റ്റ് രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൽ ആംപുട്ടേഷൻ എന്ന് പറയും. അത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൽ റീപ്ലാന്റേഷൻ, മൈനർ റീപ്ലാന്റ്, ഇവിടെ നിന്ന് അങ്ങോട്ട് മേജർ റീപ്ലാന്റ് പറയും. ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ടായ ഭാഗങ്ങൾ നമുക്ക് മേ ബി ഒരു 12 to 24 hours വരെയും പ്രോപ്പർലി പ്രിസർവ്ഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് റീപ്ലാന്റ് നമുക്ക് സമയം ചുരുക്കമാണ്. ഈ ഒരു റീജിയനൊക്കെ ആണെങ്കിൽ ഫോറാമൊക്കെ ആണെങ്കിൽ നമുക്ക് മേ ബി ഒരു 6 to 8 hours, ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ആണെങ്കിൽ 3 hours ഒക്കെ പറയാം. ആ ഒരു സമയത്ത് കൊണ്ടുവന്നാൽ നമുക്കത് ട്രൈ ചെയ്യാം, പ്രോപ്പർലി പ്രിസർവ്ഡ് ആണെങ്കിൽ. അപ്പോൾ വിരലുകൾക്കാണെങ്കിൽ 24 hours വരെ നമുക്ക് കിട്ടും. നമുക്ക് പ്രോപ്പർലി പ്രിസർവ്ഡ് ആണെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം, തീർച്ചയായിട്ടും അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫയറിലൊക്കെ വരിക, ഫയറൊക്കെ ഭയങ്കരമായിട്ട് ബേൺ ചെയ്ത് വരുന്നൊരു കണ്ടീഷൻസ് ഉണ്ടാവും. ചിലപ്പം ഫേസിലായിരിക്കാം, ചിലപ്പം ചെസ്റ്റിലായിരിക്കാം. അത്തരം കണ്ടീഷൻസിൽ എത്ര % ആണ് അതിൻ്റെ സാധ്യതകൾ, ഏതൊക്കെ രീതിയിലാണത്? പ്ലാസ്റ്റിക് സർജൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ബേൺ പേഷ്യൻറ്റിനെ ചികിത്സിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ മൈനർ ബേൺസ് ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഒരു 10%, 15%, 20% ബേൺസ് വരെയും ഓക്കെ. പക്ഷെ അതിലും കൂടിയ ബേൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് സർജൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്കൊരു വലിയൊരു ടീം വേണം. നമുക്ക് നല്ലൊരു ICU വേണം, നല്ലൊരു ഫിസിഷ്യൻ, നല്ല ക്രിട്ടിക്കൽ ഇൻറ്റൻസിവിസ്റ്റ് ബാക്കപ്പ് വേണം, ഒരുപാട് സബ് സ്പെഷ്യാലിറ്റീസ് വേണം. ഇത്തരമെല്ലാം സെറ്റപ്പുള്ള ഹോസ്പിറ്റലാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി കൂടിയ സിവിയർ ബേൺസ്, കൂടുതൽ പെർസെൻറ്റേജിൽ ബേൺസ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു ബേൺ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇത് നമുക്കൊരു എപ്പോഴും ഒരു നെഗറ്റീവ് വരാതാണ്. അതായത് ഈ പേഷ്യൻ്റ് ഇത്രയും പൊള്ളി ആൾ രക്ഷപ്പെടാൻ സാധ്യതകൾ കുറവാണെന്നൊരു എപ്പോഴും ഒരു എൻഡ് ഓഫ് ലൈഫ് ചികിത്സാ രീതിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചികിത്സിച്ചിരുന്നത്. ഞാൻ പ്ലാസ്റ്റിക് സർജറി പഠിച്ചതിന് ശേഷം നമുക്കത് ആ ഒരു കാഴ്ചപ്പാട് മാറി. അതായത് ഒരു ഓൾമോസ്റ്റ് 30, 40, 50% ബേൺസ് ആണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമുണ്ട്. ആ പൊള്ളിയ തോല് മുറിച്ച് മാറ്റി മറ്റേ തോല് വെച്ച് നമുക്ക് ആ പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇതിൽ വലിയ ആക്സിഡൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ വലിയ ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കില്ല ആദ്യം പേഷ്യൻ്റ് എത്തുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കാം അവർ ഷിഫ്റ്റ്. അപ്പോൾ വലിയ മുറിവുകൾ, ഇപ്പോൾ കാല് മുറിഞ്ഞു പോവുക, അത്തരം കേസുകളിൽ പ്ലാസ്റ്റിക് സർജൻ ഏത് സ്റ്റേജിൽ ആ റോളിലേക്ക് വരുന്നത്? ഇത് ഐഡിയലി ഒരു പോളിട്രോമ എന്ന് പറയും. അപ്പോൾ ഇനീഷ്യൽ ചികിത്സ ഇപ്പോൾ ആൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ്. പിന്നെ അത് സ്റ്റെബിലൈസേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ആളുടെ ബാക്കിയുള്ള ലിംബ് ഇഞ്ചുറീസ്, കൈക്ക് കാലിന് വലിയ എല്ല് പൊട്ടാം, ഒരുപാട് ദശ നഷ്ടപ്പെടാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ആ സമയത്ത് പ്ലാസ്റ്റിക് സർജൻ Day 1 അത് പരിക്ക് പറ്റി ആ സമയം തൊട്ട് ആളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകും. 2011 എൻ്റെ ഹൗസ് സർജൻസി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഞാനവിടെ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പ്ലാസ്റ്റിക് സർജൻ ഇല്ല. എൻ്റെ ഓർത്തോപെഡിക് പോസ്റ്റിംഗ്, സർജറി പോസ്റ്റിംഗ് സമയത്ത് നമുക്ക് 1-2 മാസം ഈ സ്പെഷ്യാലിറ്റിയിൽ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് മെഡിക്കൽ കോളേജിൽ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും. കൈ ഒടിഞ്ഞ ആൾക്കാർ, ഇൻഫെക്ഷൻ ബാധിച്ച ആൾക്കാർ, വലിയ മുറിവുകളൊക്കെ ആയിരിക്കും. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഡ്രസ്സിങ് ചെയ്യുന്നു, വൈകുന്നേരം ഡ്രസ്സിങ് ചെയ്യുന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൽ, അതായത് ഞാൻ തുടങ്ങിയപ്പോൾ ആ രോഗി ഉണ്ടായിരുന്നു, കഴിഞ്ഞപ്പോഴും രോഗി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കൺസെപ്റ്റ് അറിയില്ല അല്ലേ. പക്ഷേ ഇപ്പോൾ Day 1 ഇങ്ങനത്തെ ഒരു പരിക്ക് പറ്റിയ ആൾക്ക് Day 1 തൊട്ട് പ്ലാസ്റ്റിക് സർജൻ ഉണ്ടെങ്കിൽ നമുക്ക് ആളുടെ വൂണ്ട് ഹീലിംഗ് സമയം ഒരുപാട് ഷോർട്ടൻ ചെയ്യാൻ പറ്റും. ദശ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുടെ ശരീരത്തിൽ നിന്ന് തൊലിയെടുത്ത് വെക്കുകയും അല്ലെങ്കിൽ ദശ എടുത്ത് വെച്ച് പല രീതികളിലൂടെ നമുക്ക് ആ മുറിവ് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഇത്രയും വലിയ പരിക്ക് പറ്റിയ ഒരാൾക്ക് നമുക്ക് 3-ാമത്തെ ആഴ്ച ആളുടെ മുറിവ് ഉണക്കി ആളുടെ വീട്ടിൽ വിടാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് സർജൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ക്യാൻസർ പേഷ്യൻസിൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്? ക്യാൻസറിൽ ഏറ്റവും കോമൺലി
പ്ലാസ്റ്റിക് സർജൻ്റെ ഒരു സഹായം വേണ്ടത് ഹെഡ് ആൻഡ് നെക്കിലാണ്. നമ്മുടെ നാക്കിൽ ക്യാൻസർ വന്നു അല്ലേ, അപ്പോൾ നാക്കിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ ക്യാൻസറുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നാക്ക് എന്ന് വെച്ചാൽ എത്രത്തോളം ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നാക്ക് നമ്മൾ മുറിച്ച് കളയേണ്ടി വരും. ഒരു പരിധിക്ക് കൂടുതൽ നാക്ക് പോയി കഴിഞ്ഞാൽ ആളുടെ സംസാര ശേഷി നഷ്ടപ്പെടും, ആൾക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആസ് പ്ലാസ്റ്റിക് സർജൻസ് നമുക്ക് മറ്റേ സ്ഥലത്ത് നിന്ന് ടിഷ്യൂ കൊടുത്ത് അത് നമ്മളുടെ നാക്കിലും ചെയ്യാൻ പറ്റും. എക്സാക്ട്, നാക്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ബോഡിയിലത്തെ ടിഷ്യൂ കൊടുത്ത് നമുക്ക് നാക്കിന് ഷേപ്പിൽ മോൾഡ് ചെയ്ത് മൈക്രോ സർജറി എന്ന് പറയും. അപ്പം നമ്മൾ കിഡ്നി മാറ്റി വയ്ക്കുക, വൃക്ക മാറ്റി വയ്ക്കുക എന്ന് പറയും. നമ്മൾ വേറെ ആളുടെ കിഡ്നി എടുത്ത് വേറെ എടുത്ത് വെക്കുക. ഇത് നമ്മൾ ആളുടെ ബോഡിയിൽ സെയിം ടിഷ്യൂ എടുത്ത് മോൾഡ് ചെയ്ത് ഷേപ്പാക്കി ആളുടെ നാക്കിൻ്റെ അവിടെ വെച്ച് നമ്മൾ മൈക്രോ സർജിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ആൾക്കൊരു ഏകദേശം ഒരു നാക്കിന് ഷേപ്പ് കൊടുക്കാൻ പറ്റും. അതുപോലത്തെ നാക്ക് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ബോൺ ക്യാൻസർ വരാം, ജോ നഷ്ടപ്പെടാം. നമുക്ക് കാലെല്ലാം എടുത്ത് അത് മൈക്രോ സർജറിയിലുള്ള ജോ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. ഒരുപാട് ഹെഡിൻ്റെ ക്യാൻസേഴ്സ് എസ്പെഷ്യലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പണ്ട് സമയത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നേരെ റേഡിയേഷനിലേക്ക് വിടും, സർജറി ചെയ്യാൻ പറ്റില്ല, ക്യൂറേറ്റീവ് അല്ല, പാലിയേറ്റീവ്. പക്ഷേ മൈക്രോ സർജറി വന്നതിന് ശേഷം നമുക്ക് ആ ഒരു പാലിയേറ്റീവ് ലൈനിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ക്യൂറേറ്റീവ് ഇൻഫ്ലുവൻസ് ചികിത്സിക്കാം. ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ ഒരു ക്യാപിറ്റലാണ് കേരളം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഡയബറ്റിക്സ് ബാധിച്ച് പലർക്കും പല കാലിൻ്റെ വിരലുകൾ നഷ്ടപ്പെടാം, അങ്ങനെ പല കേസുകളും വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ഡയബറ്റിക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂഷ്വൽ അതിൻ്റെ ഒരു പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം പഴുപ്പുണ്ടെങ്കിൽ വിരൽ കട്ട് ചെയ്തു അല്ലേ, പഴുപ്പ് കുറച്ച് മുകളിലേക്ക് ആയിരുന്നു, വിരലത് കുറച്ച് താഴെ കട്ട് ചെയ്തു, പിന്നെ കാൽപാദത്തിനോട് കട്ട് ചെയ്തു, പിന്നെ മറ്റേ ആങ്കിളോട് കട്ട് ചെയ്തു, മുട്ടൻ താഴെ കട്ട് ചെയ്തു, അങ്ങനെ കയറി അവസാനം ആളൊരു പ്രോസസ്സ് വെച്ച് നടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഒരു പ്രോസസ്സ് വെച്ച് നടക്കുന്ന ആളുടെ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 40-50% മോറാണ്. അപ്പോൾ മൈക്രോ സർജറിയിലൂടെ, അതായത് നമുക്ക് ഒരുപാട് കാലുകൾ നമുക്ക് ആംപുട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൈക്രോ സർജറിയിലൂടെ പല ടെക്നീക്സിലൂടെ നമുക്ക് അത്രയും വലിയ മുറിവാണെങ്കിൽ പോലും നമുക്ക് ടിഷ്യൂ അവിടേക്ക് വെച്ച് ആ മുറിവ് ഉണക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികളുടെ ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ബർത്ത് ഡിഫക്ട്സ് വരുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളിൽ ഇപ്പോൾ ചിലപ്പം ചുണ്ടിന് വരുന്ന ആകൃതിയുള്ള വ്യത്യാസം, ജോല് വരുന്ന വ്യത്യാസം, അങ്ങനെ ബർത്തിലേ അങ്ങനെ കുട്ടികൾക്ക് വരാം. അത് ഏത് സ്റ്റേജിലാണ് നോക്കുന്നത്? എങ്ങനെയാണ് പ്ലാസ്റ്റിക് സർജറി അതിൽ? ഏറ്റവും കോമൺലി കാണുന്ന ക്ലെഫ്റ്റ് ലിപ്പും പാലപ്പും, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചു തോന്നുന്നു അല്ലേ. ഇപ്പോൾ മുറിച്ചുണ്ട്, അതെ, ക്ലെഫ്റ്റ് ലിപ്പ് അതും വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് 3rd മന്ത് നമുക്ക് ലിപ്പ് കറക്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോസ്മെറ്റിക് കാണുന്നത് മാത്രമല്ല, അപ്പോൾ ആ മിക്ക കുട്ടികളും ക്ലെഫ്റ്റ് ലിപ്പിലുള്ള കുട്ടികൾക്ക് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയും. അപ്പോൾ അതായത് നമ്മൾ ഉള്ളിൽ ആ അണ്ണാക്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടാവും. അതുകൊണ്ട് അത് വെച്ച് കുട്ടി വളരുവാണെങ്കിൽ കുട്ടിക്ക് സ്പീച്ച് സംസാരിക്കാൻ പറ്റില്ല, ഒരുപാട് സ്പീച്ച് ഡിഫക്ട്സ് ഉണ്ടാവും. കോസ്മെറ്റിക് കറക്ഷൻ മാത്രമല്ല, നമ്മൾ ഈ ചുണ്ട് കൂടാണ്ട് നമ്മൾ മുകളിൽ തണ്ണാക്ക് റിപ്പയർ ചെയ്ത് നമുക്കൊരു ഫങ്ഷണൽ കറക്ഷനുകൾ നമ്മളിത് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് കുറേ നമുക്ക് ബർത്ത് ഡിഫക്ട്സ് വരാം, ഹാൻഡ് ഡിഫക്ട്സ് വരാം. ചില കുട്ടികൾ കണ്ടിട്ടുണ്ടാവും 2 പേരിലിങ്ങനെ ഫിംഗേഴ്സ് ജോയിൻ്റ് ആയിരിക്കുന്നു, സിൻഡാക്ടലി എന്ന് പറയും, നമുക്കത് സെപ്പറേറ്റ് ചെയ്യാം. ചില കുട്ടികൾ ഒരു എക്സ്ട്രാ ഫിംഗർ ഉണ്ടാവും അല്ലേ, ഋത്തിക് റോഷനെ കണ്ടിട്ടില്ല, പോളിഡാക്ടലി എന്ന് പറയും. പക്ഷെ അത് കളയാതിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അത് സൂപ്പർ സ്റ്റിഷനാണ് അല്ലേ, അത് ഋത്തിക് റോഷൻ കളഞ്ഞിട്ടില്ലല്ലോ. അല്ല, കോസ്മെറ്റിക് ഇഷ്യൂസ് ഇല്ലെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. ഫങ്ഷണലി അവർക്ക് ദേ ആർ ഏബിൾ ടു ഡു എവറിത്തിങ് അല്ലേ, അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരാൾക്ക് അതുകൊണ്ടൊരു സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. അത് ഒരുപാട് ഹാൻഡ് ഡിഫക്ട്സ് ഉണ്ട്, ചിലർക്ക് വിരലുണ്ടാവില്ല, ചിലർക്ക് കുറേ വിരലുകളുണ്ടാവും. അപ്പോൾ അതെല്ലാം കൺജനൈറ്റൽ വരുന്നതാണ്. അതെല്ലാം നമുക്ക് അതും ഒരു പ്ലാസ്റ്റിക് സർജറി സബ് സ്പെഷ്യാലിറ്റിയാണ്. അപ്പം അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് നമ്മളെ സമീപിക്കാം. കാരണം കുറേ ആൾക്കാർക്ക് അറിയില്ല ആരെ കാണിക്കേണ്ടത്, അവരെയും വെച്ചുകൊണ്ടിരിക്കും. അത് ചികിത്സയില്ല, ദൈവം തന്നതാണ്, നമുക്കത് ചികിത്സയുടെ ആവശ്യമില്ല അങ്ങനെ. പക്ഷേ അത് നിങ്ങൾക്കത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അതിൽ ഉണ്ട്, പ്ലാസ്റ്റിക് സർജറി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഏത് വയസ്സ് വരാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളുടെ ഈ ആകൃതിയിൽ വരുന്ന മാറ്റങ്ങളെ നമുക്ക് വീണ്ടും ശരിയാക്കി എത്ര വയസ്സ് വരെ നമുക്ക് ചെയ്യണോ? ഓരോ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പും പാലറ്റൊക്കെ നമ്മൾ 3-ാം മാസം 4-ാം മാസം ചെയ്യാൻ പറയും, ആ സമയത്ത് ചെയ്യാൻ പറയും. പിന്നെ നമ്മൾ പാലറ്റൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ലിപ്പാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യും. പാലറ്റ് കുഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്ന സമയം 9-ാം മാസം തൊട്ട് 1 വർഷം വരെ നമ്മൾ ചെയ്യും. കാരണം അതിന് കുഞ്ഞ് സംസാരിക്കണം, അതിന് മുന്നേ നമ്മൾ ചെയ്യും. കൈയൊക്കെ ആണെങ്കിൽ കുഞ്ഞ് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയമുണ്ടല്ലോ, 1 വർഷമൊക്കെ ആകുമ്പോൾ തമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ കൈക്ക് അങ്ങനത്തെ ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ വിരലുകൾ വളർന്ന് തുടങ്ങുന്ന ആ സമയം 1 ഇയർ കഴിഞ്ഞ് നമ്മൾ ചെയ്യും. ചില ആക്സിഡന്റ് കേസുകളിലൊക്കെ നോർമലായി കഴിഞ്ഞാലും ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരു ഇത് കാണാം. കൈകൾക്കാവാം, കാലുകൾക്കാവാം. ആദ്യമൊന്നും നമ്മളത് നോർമൽ ഇതിലേക്ക് വരും എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും പിന്നീട് അത് വരുന്നുണ്ടാവില്ല. അതെന്തായിരിക്കും? ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, കാരണം അത് ഒരുപാട് ആൾക്കാർ അത് നിഗ്ലക്റ്റ് ചെയ്ത്
നമുക്ക് ഇത് നിങ്ങൾ നെർവ്സാണ് ഉദ്ദേശിക്കുന്നത്, ഞരമ്പുകൾ. അപ്പോൾ നമ്മുടെ ശരീരം അനങ്ങണമെങ്കിൽ ബ്രെയിനിൽ നിന്ന് ഞരമ്പുകൾ വരും. കൈ മടക്കണമെങ്കിൽ ആ ഞരമ്പുകളാണ് സിഗ്നൽ. നമ്മുടെ സർക്യൂട്ട് കറണ്ടൊക്കെ പോകുന്ന പോലെ ഈ ഞരമ്പുകൾ കറണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഫിംഗേഴ്സ് മടങ്ങുന്നതും കൈയും മൂവ്മെൻ്റ് എല്ലാം ഞരമ്പുകൾ കൊണ്ടാണ്. അപ്പോൾ ചില പരിക്കുകൾ പറ്റുമ്പോൾ ഞരമ്പുകൾക്ക് വലിച്ചിൽ വരാം, അറ്റുപോകാം. അപ്പോൾ ആൾ കാണുമ്പോൾ കയ്യും കാലിലും നോർമൽ, അനാറ്റമിക്കൽ നോർമൽ കാണുമ്പോൾ കുഴപ്പം, പക്ഷേ കയ്യും പൊന്തുന്നില്ല. ചില പരിക്കുകൾ പറ്റുമ്പോൾ കാല് തൂങ്ങിപ്പോവും, കാല് പൊന്തുന്നില്ല. ഇത് നെർവ് സർജറിയുടെ ഒരു അതിൽ പെടും. പ്ലാസ്റ്റിക് സർജറി രണ്ടര തന്നെ സെപ്പറേറ്റ് വിഭാഗം ഉണ്ടാവും. എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെരിഫറൽ നെർവ് സർജറി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ന്യൂറോ സർജറി ബ്രെയിൻ്റെ ഇഷ്യൂസ് നോക്കുന്ന പോലെ പെരിഫറൽ നെർവ് സർജറി എന്ന് പറയും. ഇത് ന്യൂറോയിൽ വരില്ല. എക്സാക്ട്ലി, അതാണ് പ്രശ്നം. അത് ന്യൂറോയിൽ വരില്ല. കഴിഞ്ഞ ദിവസം ഒരു 3-4 ഡേയ്സ് ബാക്ക് ഒരാളിൻ്റെ ഒ പിയിൽ വന്നു. ന്യൂറോ സർജൻ റെഫർ ചെയ്ത് വന്നതാണ്. ഓക്കെ, അത് ഡോക്ടർമാർക്ക് പോലും പലർക്കും അറിയില്ല. പേഷ്യൻ്റ് ആദ്യം പോയത് ന്യൂറോ മെഡിസിൻ എന്ന് വെച്ചാൽ നമ്മുടെ സർജറി ചെയ്യാത്ത ബ്രെയിനിൻ്റെ സ്ട്രോക്ക് അങ്ങനത്തെ കാര്യം നോക്കുന്ന ഡോക്ടർ ന്യൂറോ മെഡിസിൻ, ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. ആ ഡോക്ടർ ആ രോഗിയെ നേരെ വിട്ടത് ന്യൂറോ സർജൻ്റെ അടുത്തേക്ക്. ഈ ന്യൂറോ സർജൻ പിന്നെയാണ് എൻ്റെ അടുത്തേക്ക് പേഷ്യനെ വിട്ടത്. ഞാൻ പേഷ്യനെ ഇന്നലെ ഓപ്പറേറ്റ് ചെയ്തു. അത് ആളുകൾക്ക് അറിയാത്തൊരു എക്സാക്ട്. ഈ പെരിഫറൽ നെർവ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചികിത്സിക്കാവുന്ന ഒരു കാര്യമാണ്. ബ്രേക്കൽ പ്ലെക്സസ് ഇഞ്ചുറി എന്ന് പറയും. ഒരാൾ വളരെ സിവിയറായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, കയ്യും കാലും വലിഞ്ഞു പോകുന്ന ഭാഗമായിട്ട് കയ്യിൽ നിന്ന് നമ്മൾ നമുക്ക് നെക്കുന്ന കയ്യിലേക്ക് ഞരമ്പുകൾ അറ്റുപോകുന്നു. ആളുടെ കൈ തൂങ്ങിപ്പോവും, ഹാങ് ചെയ്യും, കൈ അനക്കാൻ പറ്റില്ല. അതൊരു ഡെഡ് വെയിറ്റ് പോലെയാണ്. അപ്പോൾ ആ നമ്മൾ ചില ബ്രേക്കൽ പ്ലെക്സസ് ഇഞ്ചുറീസ് ചിലത് റിക്കവർ ചെയ്യും, ചിലതൊക്കെ സിവിയർ ഇഞ്ചുറീസൊക്കെ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് റിക്കവറി വരില്ല. ആ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ നമ്മൾ ഞരമ്പിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ 1 ഇയറിനകത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് ആൾക്ക് റിക്കവറി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇത്തരത്തിൽ കുറേ പേഷ്യൻസ് ഫിസിയോതെറാപ്പിയുടെ അടുത്തേക്ക് പോകും. അവർ കുറേ ഫിസിയോ ചെയ്യും, ശരിയാവും തോറും പിന്നെ അവിടെ അവസാനം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി തിരിയുമ്പോൾ ഒരുപാട് വൈകിക്കും. അപ്പോൾ ഇത്തരത്തിൽ കുറേ ഇഞ്ചുറീസും ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പെരിഫറൽ നെർവ്സ് നമുക്ക് കുറേ സർജറികൾ പിന്നെ കുറേ ചികിത്സയിലൂടെ പ്ലാസ്റ്റിക് ടെക്നിക്കിലൂടെ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ അതാണ് ഇത് ഡോക്ടർമാരുടെ ഇടയ്ക്കുന്ന അവയർനെസ് കുറവാണ്. പൊതുവേ നമ്മൾ ഞരമ്പുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ന്യൂറോയിലാണല്ലോ ആലോചിക്കുക. കോസ്മെറ്റിക് സർജറിയിലേക്ക് വരാം. കോസ്മെറ്റിക് സർജറി ആളുകൾക്ക് ഒരുപാട് താല്പര്യമുള്ളതാണ്. കോസ്മെറ്റിക് സർജറിയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ എന്താണ് വരുന്നത്? എൻ്റെ പ്രാക്ടീസിൽ കൂടുതൽ ബോഡി കോൺടൂറിങ് ആണ്. അത് ഡിപ്പെൻസ്, ലൈക്ക് അത് ഓരോ സർജനും ഓരോ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഹാൻഡ് സർജറിയാണ്, ഹാൻഡ് ഇഷ്ടമാണ്, മൈക്രോ സർജറിയാണ്. കോസ്മെറ്റിക് സർജറി എനിക്ക് ബോഡി കോൺടൂറിങ് ഇഷ്ടമാണ്. കോമൺ ആയിട്ട് ചെയ്യുന്ന എൻക്വയറീസ് വരുന്ന സർജറികളാണ് ഫേസിൽ റൈനോപ്ലാസ്റ്റി അല്ലേ. കോസ്മെറ്റിക് സർജറി ഒരു വാനിറ്റി അല്ല അല്ലേ, വാനിറ്റി അല്ല. ലൈക്ക് അപ്പോൾ അതൊരു കോൺഫിഡൻസ് കൂട്ടുന്ന സർജറിയാണ്. ആളുകളെല്ലാം കോൺഷ്യസ് ആണ്. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ ലേഡീസ് മേക്കപ്പ് ഇടുന്നത് അല്ലേ, ആണുങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട് അല്ലേ, അതൊരു അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാനും അതിനൊക്കെയാണ്. നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്. ചിലവരെന്താ വെച്ചാൽ എനിക്ക് അതുപോലെ ആവണം, എനിക്ക് ഋത്തിക് റോഷനെ പോലെ ആവണം, ദുൽഖർ അങ്ങനെ അതല്ല. പക്ഷെ ഒരു നോർമൽ ആൾ എനിക്ക് മൂക്കിൻ്റെ ഈ ഒരു വളവുണ്ട്, ആ വളവ് നേരാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. സോ ദാറ്റ് ഈസ് നമുക്കത് വളരെ ചെയ്യാവുന്നൊരു കാര്യമാണ്. ബോഡിയിലാണെങ്കിൽ ലൈപ്പോസക്ഷൻ. ഇപ്പോൾ പുരുഷന്മാരുടെ ഇടയ്ക്കാണെങ്കിൽ അവർക്ക് ഗൈനക്കോമാസ്റ്റി എന്ന് പറയും. ഇപ്പോൾ കുറേ പുരുഷന്മാർക്ക് എന്താ പറയുക, മാൻ ബൂബ്സ്, അതായത് ബ്രസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും. അഡോളസെന്റ് പീരിയഡിൽ ബ്രസ്റ്റ് ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് അതേപോലെ അഡൾട്ട്ഹുഡിലേക്ക് അത് പെർസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഹോർമോൺ വ്യതിയാനം മൂലം സംഭവിക്കുന്നതല്ലേ. ഹോർമോൺ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യൂബർട്ടി സമയത്ത് നമുക്ക് ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. ടെസ്റ്റോസ്റ്ററോൺ ആയാലും മെയിൽ ഹോർമോൺ, ഈസ്ട്രോജൻ ഫീമെയിൽ ഹോർമോൺ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ആണുങ്ങളുടെ നമ്മൾ താടി മീശ പൊടിയുന്നു, സൗണ്ട് ചേഞ്ച് വരുന്നു, ഹൈറ്റ് കൂടുന്നു, ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ആണ്. കുറേ ആക്നി സ്കാറൊക്കെ പൊട്ടുന്നു. ആ ഹോർമോൺ ചേഞ്ച്, ആ ടെമ്പററി ഹോർമോൺ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന ചില പുരുഷന്മാർക്കുള്ള ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ടിഷ്യൂണ് ഗൈനക്കോമാസ്റ്റി എന്ന് പറയുന്നത്. അത് ഭാവിയിലേക്ക് പെർസിസ്റ്റ് ചെയ്യില്ല. 99% ആൾക്കാർ നിങ്ങൾ ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവരും എൻഡോക്രൈൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകും, ടെസ്റ്റുകൾ ചെയ്യും, നോർമലായിരിക്കും. 99% ആൾക്കാരുടെ ഹോർമോൺസ് നോർമലായിരിക്കും. അപ്പോൾ അത് ഹോർമോൺ മൂലമാണ് ഉണ്ടാവുന്നത് ആ സമയത്ത്. പക്ഷേ പിന്നെ ആ ഒരു അഡൾട്ട്ഹുഡിലേക്ക് പോകുന്നതോറും അവരുടെ ഹോർമോൺ ലെവൽസ് എല്ലാം നോർമലായിരിക്കും. അവർക്ക് താടി മീശയൊക്കെ ഉണ്ടാവും, നോർമൽ സൗണ്ടൊക്കെ ആയിരിക്കും. ചിലർക്ക് ചില ഇപ്പൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഹെയർ ഗ്രോത്ത് കുറവാണ്, കണ്ടൊരു ഫെമിനിൻ ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യാം. പക്ഷേ എല്ലാവർക്കും നമ്മളൊരു ഇപ്പോഴും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടെന്ന് അങ്ങനെ കരുതുന്നത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ക്ലിനിക്കലി വാലിഡ്. ഇനി ഫീമെയിൽസിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സർജറിയാണ് ടമ്മി ടക്ക്, അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലേ. പുറത്ത് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ലൈപ്പോസക്ഷനാണ് കൂടുതൽ കോമൺ. പക്ഷേ നമ്മുടെ നാട്ടിൽ കുറേയും കൂടി പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീകളുടെ പ്രീ പ്രഗ്നൻസി ഷേപ്പ് അവർക്ക് കിട്ടില്ല അല്ലേ. ഒരു ഡെലിവറി കഴിഞ്ഞാൽ അവർ വയറ് വീർക്കുന്നു ചുരുങ്ങുന്നു. കുറേ ജെനറ്റിക്സുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ലേഡീസ് കുറച്ചും കൂടി അവർ ബോഡി ഹാബിറ്റസ് ഡിഫറെൻ്റ് ആണ്,
2-3 ഡെലിവറീസ് കഴിഞ്ഞാൽ പോലും അവർക്ക് അത്രയും ആ ഒരു സാഗിന് വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ജെനറ്റിക്സ്. ഓരോ ഓരോ ഏരിയ അനുസരിച്ചിരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ വെച്ചാൽ ഒരുപാട് ബോഡി ചേഞ്ചസ് ഫീമെയിൽസ് ഉണ്ടാവും. പ്രഗ്നൻസി കഴിഞ്ഞാൽ വയറ് ഒരുപാട് അവരുടെ സ്കിന്ന് ക്വാളിറ്റി മോശം, വയറ് സാഗിയും, ആ ഫാറ്റ് കുറേ ഡെപ്പോസിഷനും, ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റിന് വലിപ്പം കൂടും. ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് ബ്രസ്റ്റിന് സൈസ് കുറയും, ബ്രസ്റ്റ് സാഗും ചെയ്യും. അപ്പം അങ്ങനത്തെ സ്ത്രീകൾക്കൊക്കെ നമുക്ക് ത്രൂ പ്ലാസ്റ്റിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈപ്പോസക്ഷൻ ചെയ്യാം. ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വയറിൻ്റെ പഴയ ഷേപ്പ് നമുക്ക് നൽകി കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ടമ്മി ടക്കും ലൈപ്പോയൊക്കെ? അപ്പോൾ ലൈപ്പോസക്ഷൻ നമ്മൾ ചെറിയ കീ ഹോൾ പോർട്സിലൂടെ നമ്മൾ ചില സ്പെസിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ആ ബോഡിയിലെ ഫാറ്റ് സക്ക് ചെയ്ത് വലിച്ച് കളയുന്ന ലൈപ്പോസക്ഷൻ സർജറി പറയുന്നത്. അത് ഭയങ്കര മേജർ സർജറി അല്ല. ടമ്മി ടക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഫാറ്റ് മാത്രമല്ല അവരുടെ ഇഷ്യൂ, അവർക്ക് സ്കിൻ ക്വാളിറ്റി മോശമാണ്. സ്കിൻ സാഗ് ചെയ്തു, ആ വയർ എക്സ്പാൻഡ് ചെയ്ത് ചുരുങ്ങുന്ന ഭാഗമായിട്ട് അവരുടെ സ്കിന്നിൻ്റെ ടോൺ നഷ്ടപ്പെട്ടു, മസിലിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. ഇതെല്ലാം നമുക്കൊരു ഓപ്പൺ സർജറിയാണ്. നമുക്ക് ആ എക്സസ് സ്കിന്ന് ലൈപ്പോസക്ഷൻ ചെയ്ത് സ്കിന്നിൻ്റെ വണ്ണം കുറച്ച് മസിൽ ടൈറ്റൻ ചെയ്ത് എക്സസ് സ്കിന്ന് റിമൂവ് ചെയ്യുന്ന സർജറിക്കാണ് നമ്മൾ ടമ്മി ടക്ക് എന്ന് പറയുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ സ്കാർ ഉണ്ടാകും. ബട്ട് ആഫ്റ്റർ ദ സർജറി ആ ഒരു പ്രീ പ്രഗ്നൻസി ഷേപ്പ് അവർക്ക് കിട്ടും. പിന്നെ വീണ്ടും അത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടോ? സാധ്യതകളുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വരുവാണെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് ചോദ്യം ചോദിക്കും നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആണോ അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ചിലവർ പറയും ഞാൻ എക്സസൈസ് ചെയ്യാറില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് സർജറി ഞാൻ അഡ്വൈസ് ചെയ്യില്ല. ഞാൻ പറയും പ്ലീസ് ഡയറ്റ് കൺട്രോൾ ചെയ്യൂ, ബി ഫിസിക്കലി ആക്റ്റീവ്. നിങ്ങൾ ഇതുപോലത്തെ സർജറി നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്, ഇതൊരു വൺ ഷോട്ടാണ് അല്ലേ. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ റിസൾട്ട്സ് ലൈഫ് ലോങ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ സർജറിക്ക് മുന്നേ നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ സർജറി കഴിഞ്ഞാൽ അതേ ആൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ. അതിന് മുന്നേ ഡയറ്റ് നോക്കാത്ത, സ്വന്തം ബോഡി പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാൾ സർജറി കഴിഞ്ഞ് നമ്മൾ ഷേപ്പ് നൽകി, അതേ ആൾ വ്യായാമം ചെയ്യാണ്ട് വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഷീ ക്യാൻ ഗെയിൻ ഫാറ്റ് അല്ലേ, അവർ വീണ്ടും വണ്ണം വയ്ക്കാം. അപ്പോൾ മറ്റൊരു കാര്യം, സ്ത്രീകളിൽ തന്നെ ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുന്ന കേസുകൾ വരാറില്ലേ, അതിൽ പ്ലാസ്റ്റിക് സർജൻ്റെ റോൾ എന്താണ്? ഇത് ജൈജാൻറ്റോമാസ്റ്റി എന്ന് പറയും അല്ലേ. അപ്പോൾ അതിൻ്റെ 2 വിഷയങ്ങൾ. ഒന്നെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അല്ലേ. ഈ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവർക്ക് അനുഭവപ്പെടും. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സർജറിയാണ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി. നമുക്ക് സർജറിയിലൂടെ ആ ബ്രസ്റ്റിന് എക്സസ് ടിഷ്യൂ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. എടുത്ത് കളഞ്ഞ് നമുക്ക് അവർക്ക് അവർ ഏത് ഷേപ്പാണ്, ഏത് സൈസാണ് ആഗ്രഹിക്കുന്നത് ആ സൈസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു സാധാരണ ആളുകൾക്ക് എഫോർഡബിൾ ആണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ പറയുമ്പം ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കേ പറ്റുള്ളൂ, എന്നാൽ സാധാരണക്കാരന് എഫോർഡബിൾ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതെ. ഐ തിങ്ക് ഒരു 15-20 ഇയേഴ്സ് ബാക്ക് വരെയും കോസ്മെറ്റിക് സർജറി സെലിബ്രിറ്റീസ് മാത്രം ചെയ്യുന്ന സർജറിയാണ്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഈ സർജറി ചെയ്യുകയാണെങ്കിൽ അവർ മിഡിൽ ഈസ്റ്റിൽ പോകുന്നു, US പോകുന്നു, UK പോകുന്നു, ഇന്ത്യ വിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായൊരു മിത്താണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് എല്ലാ ഹോസ്പിറ്റലും പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ഈ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് സ്പെഷ്യാലിറ്റീസ് ചികിത്സിക്കുന്ന പോലത്തെ എക്സാക്ട്ലി അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി. അതിൽ ഒരുപാട് കോസ്റ്റും കാര്യം വരും. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന വളരെ സാധാരണക്കാർ, കോമൺ മാൻ ഹോസ്പിറ്റൽ, നമ്മൾ അങ്ങനത്തെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സർജറികളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാക്കി ഏത് ഹോസ്പിറ്റൽ നോക്കിയാലും പ്ലാസ്റ്റിക് സർജറി ഇസ് അഫോർഡബിൾ ഫോർ എ കോമൺ മാൻ. അത് കോസ്മെറ്റിക് ആയാലും ശരി, റീകൺസ്ട്രക്റ്റീവ് സർജറി ആയാലും ശരി, 2 രീതിയിലായാലും രണ്ടും അഫോർഡബിൾ ആണ്. എനിവേ താങ്ക് യു സർ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, കോസ്മെറ്റിക് സർജറിയെക്കുറിച്ചും റീകൺസ്ട്രക്റ്റീവ് സർജറിയെക്കുറിച്ചും. അപ്പം സാധാരണ ഒരാൾക്ക് പോലും അഫോർഡബിൾ ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് ഈ എപ്പിസോഡിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.